വലിക്കുന്നു. ശിവനും വിഷ്ണുവും കൂടി ചേരുമ്പോൾ ഇടയിലൂടെയും പിങ്കളയിലൂടെയും ഒഴുകുന്ന ശ്വാസം നിലയ്ക്കുമ്പോൾ, ധ്യാനയോഗം എന്ന ഭഗവത്ഗീതയിലെ അധ്യായത്തിൽ പ്രാണനെ അപാനനിൽ ഹോമിക്കുകയും അപാനനെ പ്രാണനിൽ ഹോമിക്കുകയും ചെയ്യുക എന്നുള്ള ക്രിയ ഇതാണ്. ഈ മഹാവിഷ്ണുവിനെയും ശിവനെയും യോജിപ്പിക്കുക. അങ്ങനെ മഹാവിഷ്ണുവും ശിവനും യോജിക്കുമ്പോൾ ഇടാപിങ്കളകളിലൂടെ ഒഴുകുന്ന ശ്വാസം നിരോധിക്കപ്പെടുമ്പോൾ സുഷുമ്ന എന്ന മധ്യനാഡി തുറക്കുകയും ആ മധ്യനാഡിക്കകത്ത് പ്രപഞ്ചം എന്തൊക്കെ കൊണ്ടാണോ ഉണ്ടാക്കിയിട്ടുള്ളത് അതെല്ലാം ഒന്നിനു മുകളിൽ ഒന്നായിട്ട് അടുക്കി വെച്ചിരിക്കുന്നതും കാണാൻ സാധിക്കും. പൃഥ്വി, അപ്പ്, തേജസ്, വായു, ആകാശം ഇഡലിത്തട്ട് അടുക്കി വെച്ചിരിക്കുന്നത് പോലെ ഓരോന്നിന്റെ മുകളിൽ ഒന്ന്, ആധാരചക്രങ്ങൾക്ക് ഒന്നിനു മുകളിൽ ഒന്ന്. അഞ്ചിന്റെയും അപ്പനായിരിക്കുന്നവൻ ആരോ? പൃഥ്വി, അപ്പ്, തേജോ, വായു, ആകാശങ്ങൾക്ക് അധിപനായിരിക്കുന്നവൻ ആരോ? അവനെ എങ്ങനെയാ വെളിപ്പെടുക? പ്രാണാപാനന്മാർ ഒന്നിക്കുമ്പോൾ, വിഷ്ണു പരമശിവന്മാർ ഒന്നിക്കുമ്പോൾ സുഷുമ്നയുടെ കവാടം തുറക്കുകയും, സുഷുമ്ന എന്നുള്ള പേര് വരാൻ തന്നെ കാരണം സുസുമ്നം, നല്ല സുഖമുണ്ടാകും ആ സമയത്ത്. എന്ന് മാത്രമല്ല, ആ സമയത്ത് പാമ്പ് ചീറ്റുന്നത് പോലത്തെ ഒരു ശബ്ദം കേൾക്കാൻ പറ്റും, എന്നൊരു ശബ്ദം. അതുകൊണ്ട് അതിന് സുഷുമ്ന. ഈ പാമ്പ് ചീറ്റുന്നത് പോലത്തെയുള്ള സുഷുമ്ന കവാടത്തിന്റെ തുറക്കലിനെ പറ്റിയാണ് നാരായണ ഗുരുദേവൻ അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായിട്ടുള്ള കുണ്ടലിനി പാട്ടിൽ പാടിയത്. ആടുപാമ്പേ പുനം തേടുപാമ്പേ അരുൾ ആനന്ദക്കൂത്തു കണ്ടാടുപാമ്പേ. ഈ പാമ്പാണ് ഉണരുന്നത്. അപ്പോൾ അഞ്ചിന്റെയും അപ്പനായിട്ട് വാഴുന്നവൻ ആരോ? അവൻ അയ്യപ്പൻ. എത്ര മനോഹരമായ സങ്കല്പമാണെന്ന് ആലോചിച്ച് നോക്കൂ. ഭൂതനാഥൻ. ഭൂതം എന്ന് പറഞ്ഞാൽ ഗോസ്റ്റ് എന്ന അർത്ഥമൊന്നുമില്ല. ഭൂതം എന്ന് പറഞ്ഞാൽ ഉണ്ടായത് എന്നർത്ഥം. ഭവിച്ചതെന്തോ അത് ഭൂതം. അപ്പൊ നമ്മളെല്ലാം ആരാ? ഭൂതങ്ങൾ. ഉള്ളവരല്ലേ? ഉള്ളവരാണ് ഭൂതം. ആ ഭൂതങ്ങളുടെ നാഥൻ, ഭൂതനാഥൻ. കൈ ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുന്നത് മൂക്കുപൊടി മുദ്രയല്ല. കൈ ഇങ്ങനെ പിടിച്ചിരിക്കുന്നത് ചിന്മുദ്രയാണ്. ഈ ചിന്മുദ്രയുടെ അർത്ഥതലം തേടിയാണ് വിവേകാനന്ദ സ്വാമികൾ കേരളത്തിൽ വന്നതും മഹാനായ ചട്ടമ്പി സ്വാമികളെ കണ്ടതും ചട്ടമ്പി സ്വാമികളോട് ചോദിച്ചതും ചിന്മുദ്ര കീദൃശി. അതിന്റെ സംസ്കൃതത്തിലായിരുന്നു അവർ രണ്ടുപേരും തമ്മിൽ സംസാരിച്ചിരുന്നത്. അതിന്റെ ഉത്തരമായിട്ട് ചിന്മുദ്രയുടെ അർത്ഥതലങ്ങളെക്കുറിച്ചും അതിന്റെ പ്രായോഗിക തലത്തെക്കുറിച്ചും പറഞ്ഞുകൊടുത്തു. വിവേകാനന്ദ സ്വാമി വിവേകാനന്ദ പാറയിൽ പോയി ഇരുന്നു. കന്യാകുമാരിയിൽ 3 പകലും 3 രാത്രിയും സിദ്ധപുരുഷനായി ലോകം മുഴുവൻ ഭാരതത്തിന്റെ സന്ദേശം പറയുവാനും പോയി. അത്രയും മഹത്വമുള്ള ചിന്മുദ്ര. അത് ഗുരുനാഥനാണ് പറഞ്ഞു തരുന്നത്. ചിന്മുദ്രയുടെ അർത്ഥതലം പഞ്ചഭൂതങ്ങളുടെയും നാഥനായിരിക്കുന്നവൻ ഗുരുനാഥൻ. അതുകൊണ്ടാണ് അയ്യപ്പസ്വാമി സന്നിധാനത്തിൽ ഗുരുസ്വാമികൾക്ക് ഇത്രയധികം പ്രാധാന്യം വരാനും കാരണം. അപ്പോൾ ഒരു ഉദാത്തമായിട്ടുള്ള സങ്കല്പം ആണ് അയ്യപ്പസ്വാമിയുടേത് എന്ന് നമ്മളുടെ പഠനത്തിലൂടെ മനസ്സിലായി. അധീതി ബോധ ആചരണ പ്രചരണൈഹി സ്വാധ്യായ. 4ാമത്തെ പൂജയ്ക്ക് സ്വാധ്യായം എന്നാ പറയുന്നത്. പഠിക്കാൻ തുടങ്ങിയപ്പോൾ അധീതി, പഠനം, ബോധമുണ്ടായി. അപ്പോൾ പഠിക്കാൻ തുടങ്ങിയപ്പോൾ ഉണ്ടായ അറിവിനനുസരിച്ചിട്ടായിരിക്കും പിന്നെ ജീവിതം ക്രമീകരിക്കുക. നമുക്ക് എന്താണോ മനസ്സിലായത് അതിനനുസരിച്ചായിരിക്കും നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ കുറെ കാലമായിട്ട് പല ആധ്യാത്മിക പ്രഭാഷണങ്ങൾ കേട്ടിട്ടും നമ്മുടെ ജീവിതത്തിൽ ഇതടക്കമുള്ളത് ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല എങ്കിൽ ഒന്നും മനസ്സിലായിട്ടില്ല എന്നർത്ഥം. അപ്പൊ ഇപ്പൊ നമ്മുടെ പെരുമാറ്റമൊക്കെ കണ്ടു തുടങ്ങിയാൽ എന്ത് അസന്ദിഗ്ധമായിട്ട് പറയാൻ സാധിക്കും? ഒരു ചുക്കും ഇത്രയും കാലം കേട്ടതിന് ശേഷവും മനസ്സിലായിട്ടില്ല. എന്താ കാരണം? മനസ്സിലായിരുന്നുവെങ്കിൽ അത് ജീവിതത്തിൽ കാണുമായിരുന്നു. ഇടവഴിയിലൂടെ നടക്കുമ്പോൾ മുള്ളുകൊണ്ടു കാലിൽ. നാളെ അതേ ഇടവഴിയിലൂടെ നടക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചു പോകും മുള്ളു കൊള്ളാതിരിക്കാൻ. കാരണം ഇന്നലത്തെ കൊണ്ട മുറിവ് ഇന്ന് എന്റെ ബോധത്തിലുണ്ട്. അപ്പോൾ അറിവ് ആചരണമായി മാറും. ആചരണമാകുന്നില്ല എങ്കിൽ അറിഞ്ഞിട്ടില്ല എന്നർത്ഥം. അപ്പൊ ഇപ്പൊ നമ്മുടെ ഇത്രയും കാലത്തെ ആധ്യാത്മിക സപര്യ വ്യർത്ഥമാണോ സാർത്ഥകമായോ എന്ന് സ്വയം പരിശോധിച്ച് നോക്കേണ്ടതാണ്. ജീവിതത്തിൽ മാറ്റമുണ്ടോ? മാറ്റമുണ്ടെന്ന് ആരാ പറയേണ്ടത്? ഞാൻ സ്വയം പറഞ്ഞാൽ പോരാ, എന്റെ ചുറ്റുപാടുമുള്ളവർ പറയണം. എന്റെ ചുറ്റുപാടുമുള്ളവരാണ് എന്റെ മാറ്റം പറയുക. അതുകൊണ്ട് അത് സ്വയം ഒരു ആത്മപരിശോധനയ്ക്ക് തരികയാണ്. അപ്പോൾ ആചരണം, എന്റെ ആചരണം കാണുമ്പം ഇന്നലെ ഞാൻ നടന്നു, മുള്ളുകൊണ്ടു, ഇന്ന് ഞാൻ പോകുമ്പം ശ്രദ്ധിക്കും. അപ്പൊ എന്റെ പുറകെ വരുന്ന ആൾ ചോദിക്കും, എന്താ ശ്രദ്ധിക്കുന്നത്? സൂക്ഷിക്കണേ, മുള്ളുണ്ട്. എന്റെ ആചരണം പ്രചരണമായി തീർന്നു. പഠിത്തത്തിൽ നിന്നുണ്ടായ അറിവ് ജീവിതത്തിലേക്ക് പകരുമ്പോൾ ആ ജീവിതം ഒരു മറ്റുള്ളവർക്ക് അനുകരണീയമായി തീരും. അത് സ്വാധ്യായം. അധീതി ബോധ ആചരണ പ്രചരണൈഹി സ്വാധ്യായ. എനിക്കെന്റെ അപ്പം ഈശ്വരൻ ബിംബം എന്ന നിലവാരത്തിൽ നിന്ന് വിഗ്രഹം എന്നുള്ള നിലവാരത്തിലേക്ക് മാറും. വിശേഷേണ ഗ്രഹിക്കപ്പെടേണ്ടത് എന്തോ ഉള്ളത് വിഗ്രഹം. ബിംബമായിരുന്നു അതുവരെ. അഭിഗമനം, ഉപാദാനം, ഇജ്യ
ഇത് 3 വരെയും അത് ബിംബമായിരുന്നെങ്കിൽ സ്വാധ്യായത്തിലേക്ക് അപ്പോൾ അത് വിഗ്രഹമായി മാറി. അപ്പോൾ എന്ത് പറ്റി? ലോക്കലൈസ്ഡ് ആയിരുന്ന എന്റെ ഈശ്വരൻ എന്റെ ജീവിതത്തിലൂടെ ഡീലോക്കലൈസ്ഡ് ആയി, വികേന്ദ്രീകരിക്കപ്പെട്ടു. എന്റെ ജീവിതത്തിലൂടെ എന്റെ ഈശ്വരന്റെ സന്ദേശത്തെ എന്റെ സമൂഹത്തിലേക്ക് ഞാൻ കൊണ്ടുചെന്ന് കൊടുക്കാൻ തുടങ്ങി. എന്റെ ക്ഷേത്രത്തിന്റെ പരിധി വികസിക്കാൻ തുടങ്ങി. അങ്ങനെ ക്രമേണ സ്വാധ്യായത്തിലൂടെ, സ്വാധ്യായ സപര്യയിലൂടെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടു ഇരിക്കുന്ന എനിക്ക് ഉൾവിളി പോലെ ഉൾവിളി തോന്നുകയും ഇൻറ്റ്യൂട്ടീവ്ലി മനസ്സിലാവുകയും ചെയ്യും, ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത് മുഴുവൻ ഏകനായ ശക്തിയാണ് എന്ന്. ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നതും പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നതും എന്നെ നിയന്ത്രിക്കുന്നതും മുഴുവൻ ഒരൊറ്റ ശക്തിയാണ് എന്ന് മനസ്സിലാകുമ്പോൾ, ക്ഷേത്രപുരുഷനും ഞാനും പ്രപഞ്ചേശ്വരനും ഒന്നാണ് എന്ന് എനിക്ക് മനസ്സിലാകുമ്പോൾ, ക്ഷേത്രം പൂർണ്ണമായിട്ടും വികേന്ദ്രീകരിക്കപ്പെടുകയും എന്റെ ജീവിതം പൂർണ്ണമായ ആരാധനയായി തീരുകയും ചെയ്യും. കേന്ദ്രീകൃതമായ ഒരു സ്ഥലത്ത് നിന്ന് തുടങ്ങിയ ആരാധന ജീവിതത്തിലൂടെ വികേന്ദ്രീകരിക്കപ്പെട്ട് എന്റെ സമൂഹത്തിലേക്ക് എത്തിച്ചേരുകയും എന്റെ ജീവിതം മുഴുവനും ആരാധനയായി തീരുകയും ചെയ്യുമ്പോൾ ഞാൻ എഴുത്തച്ഛനോടൊപ്പം പാടും, യാതൊന്നു കാൺമതതു നാരായണ പ്രതിമ, യാതൊന്നു കേൾപ്പതതു നാരായണ സ്തുതി, യാതൊന്നു ചെയ്വതതു നാരായണാർച്ചന, യാതൊന്നതൊക്കെയും ഹരി നാരായണായ നമ. ഞാൻ എന്ത് ചെയ്താലും എന്തു പറഞ്ഞാലും ഒക്കെ ഈശ്വരീയമായിട്ടുള്ള ആരാധനയായി തീരും. അപ്പോൾ ശങ്കരാചാര്യ ഭഗവത്പാദരെ പോലെ എനിക്ക് അപ്പോഴും പാടാൻ സാധിക്കും, ജപോ ജൽപ ശില്പം സകലമപി മുദ്രാ വിരചന യതി പ്രാദക്ഷിണ്യക്രമണം അശനാദ്യാഹുതി വിധി പ്രണാമ സംവേശ സുഖമഖിലമാത്മാർപ്പണദൃശ സപര്യാപര്യായ തവ ഭവതു എന്മേ വിലസിതം. അല്ലയോ ഭഗവതി, എന്റെ ജൽപ്പനങ്ങളെല്ലാം, എന്റെ വിടുവായത്തരങ്ങളെല്ലാം, എന്റെ ബടായികളെല്ലാം അവിടുത്തേക്കുള്ള ജപങ്ങളായി തീരട്ടെ. കാരണം അമന്ത്രം അക്ഷരം നാസ്തി, മന്ത്രമല്ലാത്ത അക്ഷരങ്ങളില്ല. അപ്പോൾ എന്റെ വിടുവായത്തരങ്ങൾ മുഴുവൻ, അല്ലയോ ദേവി, അക്ഷരങ്ങളെല്ലാം മന്ത്രസ്വരൂപങ്ങളായതുകൊണ്ട് അവിടുത്തോടുള്ള ജപങ്ങളായി തീരട്ടെ. മുദ്രം സകലമപി ശില്പ ജപോ ജൽപ ശില്പം സകലമപി മുദ്രാവിരചന. കൈകാലുകൾ കൊണ്ട് ഞാൻ കാണിക്കുന്ന ആംഗ്യങ്ങളെല്ലാം, അല്ലയോ ദേവി, അവിടുത്തോടുള്ള മുദ്രകളായി തീരട്ടെ. മുദം രാതീതി മുദ്ര, ആനന്ദത്തെ തരുന്നത് കൊണ്ട് മുദ്ര. അപ്പൊ ഈ പൂജയൊക്കെ ചെയ്യുന്ന സമയത്ത് ശാന്തിക്കാരുടെ അടുത്ത് നിന്ന് നോക്കിയാൽ അവരിങ്ങനെ തപ്പൊക്കെ കൊട്ടി ഇങ്ങനെ കൈയൊക്കെ കാണിക്കുന്നത് കാണാൻ സാധിക്കും. ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ഞാനും വിചാരിച്ചിരുന്നു, ശാന്തിക്കാരൻ ഈശ്വരനോട് പറയുകയാണ്, ദേ ചോറ് കൊണ്ടുവച്ചിട്ടുണ്ട്, എടുത്തോ, ഇപ്പൊ എടുത്തില്ലേ പിന്നെ കിട്ടില്ല, ഞാൻ എടുത്തുകൊണ്ട് പോകും. അപ്പൊ അതിന് കാണിക്കുകയാണോ എന്ന് ഒരു സംശയം തോന്നിയത്. അതല്ല, ശരീരം കൊണ്ടുള്ള ഭാഷയാണ്, സംവാദമാണ് അവിടെ. ശരീരം കൊണ്ടുള്ള സംവാദം, ആംഗ്യത്തിലൂടെയുള്ള സംവാദം മുദ്ര, വാക്കുകളിലൂടെയുള്ള സംവാദം മന്ത്രം. ജപോ ജൽപശില്പം സകലമപി മുദ്രാവിരചന ഗതി പ്രാദക്ഷിണ്യക്രമണം. ഞാൻ എവിടെ നടന്നാലും, അല്ലയോ ദേവി, അവിടുന്നില്ലാത്ത സ്ഥലമില്ലാത്തത് കൊണ്ട്, എപ്പോഴും അവിടുന്ന് എന്റെ വലതുഭാഗത്തുണ്ടാവുമെന്നുള്ളത് കൊണ്ട് ഈ ലോകത്തുടനീളമുള്ള എന്റെ നടത്തം അവിടുത്തേക്കുള്ള പ്രദക്ഷിണമായി തീരട്ടെ. എത്ര ജപോ ജൽപശില്പം സകലമപി മുദ്രാവിരചന ഗതി പ്രാദക്ഷിണ്യക്രമണം അശനാദ്യാഹുതി വിധി. ഞാൻ എന്റെ വിശപ്പടങ്ങാൻ വേണ്ടി കഴിക്കുന്നതെല്ലാം അവിടുത്തേക്കുള്ള ഹോമങ്ങളായി തീരട്ടെ. കാരണം അവിടുന്ന് ശ്രീകൃഷ്ണ ഭാവത്തിൽ ഗീതയിൽ പറഞ്ഞു, അഹം വൈശ്വാനരോ ഭൂത്വ പജാമ്യന്നം ചതുർവിധം. ഞാൻ വൈശ്വാനരാഗ്നിയായിട്ട് സർവഭൂതങ്ങളിലും ഇരുന്ന് അന്നത്തെ പചനം ചെയ്യുന്നു. അതുകൊണ്ട് ഞാൻ എന്റെ വിശപ്പടങ്ങാൻ വേണ്ടി കഴിക്കുന്ന ആഹാര നീഹാരാദികളെല്ലാം, അല്ലയോ ദേവി, അവിടുത്തേക്കുള്ള ഹോമങ്ങളായി തീരട്ടെ. പ്രണാമ സംവേശ, എല്ലായിടത്തും അവിടുത്തെ കാൽപാദങ്ങളുണ്ട് എന്നുള്ളത് കൊണ്ട് വിഷ്ണു സഹസ്രനാമത്തിൽ വിഷ്ണുവിന്റെ പേര് സഹസ്രപാദ് എന്നാണ്. എല്ലായിടത്തും കാലുകളുണ്ട് എന്നുള്ളത് കൊണ്ട് ഞാൻ എവിടെ തലവെച്ച് കിടന്നാലും അവിടുത്തെ പാദപത്മങ്ങളിൽ അല്ലാതെ തലവെക്കാൻ എനിക്ക് കഴിയില്ല എന്നുള്ളത് കൊണ്ട് എന്റെ കിടത്തം മുഴുവൻ പ്രണാമങ്ങളായി തീരട്ടെ. പ്രണാമ സംവേശ സുഖമഖിലമാത്മാർപ്പണദൃശാസപര്യാപര്യായ തവ ഭവതു എന്മേ വിലസിതം. ഞാൻ എന്റെ സുഖത്തിന് വേണ്ടി ആചരിക്കുന്നവയെല്ലാം ഞാൻ അവിടുന്നായതുകൊണ്ട്, അവിടുന്ന് ഞാനായതുകൊണ്ട് അവിടുത്തേക്കുള്ള സപര്യയായി തീരട്ടെ. ആ ഉദാത്തമായിട്ടുള്ള ജീവിതം എന്ന ആരാധനയിലേക്ക് മനുഷ്യനെ ഉയർത്തുവാനും ജീവിതം മുഴുവനും ദിവ്യമായി കാണുവാനും
പണ്ഡിത പാമര വ്യത്യാസമില്ലാതെ, ധനിക ദരിദ്ര വ്യത്യാസമില്ലാതെ ഏതൊരാൾക്കും സാധിക്കണം എന്ന ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് സ്ഥാപിതമായിട്ടുള്ള കാരുണ്യത്തിന്റെ സങ്കേതങ്ങളാണ് നമ്മുടെ ക്ഷേത്രങ്ങൾ. ഈ ക്ഷേത്രങ്ങളെ വിധിയാകും വണ്ണം സമീപിക്കുമ്പോൾ ഗുണം ഉണ്ടാകും.